നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയാണ്. ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പുതിയ UDF സർക്കാരായിരിക്കും ഇനി വരിക എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു. പുതിയ UDF സർക്കാർ വരുന്ന സമയത്ത് ഇനി നമുക്ക് എന്നായിരിക്കും പെൻഷൻ ലഭിക്കുക, അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ നടത്തിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, മീറ്റു സ്കോളർഷിപ്പുകളെല്ലാം നിർത്തലാക്കി പുതിയ പദ്ധതികൾ വരുമോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് UDF സർക്കാർ വന്നിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയുമെല്ലാം പുതിയ ആളുകളായിരിക്കും വരിക. അതിനുശേഷം ഒരു പുതിയ ബജറ്റ് കൂടി അവതരിപ്പിക്കും. ആ ഒരു ബജറ്റിലായിരിക്കും നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളും ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം പറയുക. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഇപ്പോൾ മെയ് മാസത്തിലെ പെൻഷനാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാസത്തെയും ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാർ വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ഈ ഒരു സർക്കാരും. നമുക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ ഏത് പാർട്ടിക്കാരായാലും ശരി, ഇനി പുതിയ സർക്കാർ ഏത് പാർട്ടിക്കാരായാലും ശരി, ആ ഒരു സർക്കാരിൻ്റെ തുടർച്ച തന്നെയായിരിക്കും രണ്ടാമത് വരുന്ന സർക്കാരുകളും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ വർധനവായ 2000 രൂപ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ, മീറ്റു സ്കോളർഷിപ്പ് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ സർക്കാർ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷന് സമയത്ത് ഈ സർക്കാർ ഈ ഒരു UDF മുന്നണി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 2000 രൂപയ്ക്ക് പകരം 3000 രൂപ ലഭിക്കുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഇനി അടുത്ത ബജറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ബജറ്റ് അവതരണം ഉണ്ടായിരിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ച് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആരാണ് പുതിയ MLA, അവരുടെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷ, ഇവയെല്ലാം നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൺലൈൻ കൊടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും മിനിമം നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കും. അതിന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള KSRTC യാത്ര, അതുപോലെ സ്കോളർഷിപ്പ്, പെൻഷന്, ഇൻഷുറൻസ് പോലത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പുതിയ അപ്ഡേഷനുകൾ വരും. ഇങ്ങനെയുള്ള പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.